അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹമുള്ള ശ്രോതാക്കളെ, മഹാനായ അബു ഹാമിദ് അൽ-ലഫാഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത് ഉക്രിമ ബി സലാസത്തി അഷിയ. ധാരാളമായി മരണചിന്ത ഉള്ള വ്യക്തികളിൽ വിശേഷപ്പെട്ട 3 കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? ഒന്ന്, തഅജീലു തൗബ. അവരെപ്പോഴും തൗബ ചെയ്യാൻ ധൃതി കാണിക്കുന്നവരായിരിക്കും. ജീവിതത്തിൽ ധാരാളമായി അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന ആളുകളായിരിക്കും അവർ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ അതിൽ അതിവേഗത്തിൽ പക്ഷാതാപത്തിന്റെ മനസ്സ് അവർക്കുണ്ടാകും. തൗബ ചെയ്യാൻ വേണ്ടി അവർ വെമ്പൽ കൊള്ളുമെന്നാണ്. രണ്ടാമത്തത് ഖനാഅത്തുൽ ഖൂത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും അവർ. എന്താണോ നമുക്ക് കിട്ടിയ ഉപജീവനം, അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ, അതിമോഹമില്ലാതെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ ഹറാമുകളിലേക്ക് പോകുന്നതിനെ തൊട്ട് തടയാൻ നമുക്ക് സാധിക്കും. അതിമോഹമാണ് പലപ്പോഴും ഹറാമുകൾ നോക്കാതെ, ഹലാലും ഹറാമും നോക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പാദ്യം വരാൻ കാരണമാവാറുള്ളത്. അങ്ങനെ ആയിരിക്കില്ല അവർ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഹലാലുകളിൽ മാത്രം ജീവിക്കുന്ന ആളുകളായിരിക്കും അവർ. മൂന്നാമത്തത് വനശാത്തുൽ ഇബാദ. ആരാധനകളിൽ വല്ലാത്ത ഉത്സാഹം ഉണ്ടാകും അവർക്ക്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഇബാദത്തുകൾ ചെയ്യാൻ, കർമ്മങ്ങൾ ചെയ്യാനുള്ള വല്ലാത്തൊരു താല്പര്യം. ഏത് ഇബാദത്തുകൾ, നന്മകൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോഴും അത് വിട്ടുകളയാതെ അത് ജീവിതത്തിൽ നിർവഹിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും അവർക്ക്. അതവർ നിർവഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് എപ്പോഴും മരണചിന്തയുള്ള ആളുകളുടെ വിശേഷണമായി പറയുന്നത്. എന്നാൽ വമൻ നസിയൽ മൗത്ത് ഉഖിബ ബി സലാസത്തി അഷിയ. മരണചിന്തയില്ലാത്ത ആളുകൾ 3 കാര്യങ്ങൾ കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ 3 ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. അവരുടെ ജീവിതത്തിൽ മറ്റു 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. എന്താണ് ആ കാര്യങ്ങൾ? തസ്വീഫു തൗബ. ഒന്നാമത് പറഞ്ഞ വ്യക്തി, ഒന്നാമത് വിശേഷമുള്ള ആളുകൾ, അവർ പെട്ടെന്ന് തൗബ ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ, മരണചിന്തയില്ലാത്ത ആളുകൾ തൗബ ഇങ്ങനെ പിന്നെയാകാം എന്ന് വിചാരിച്ച് തൗബയിൽ മടിച്ചു നിൽക്കുന്നവരായിരിക്കും. തൗബയെ അകറ്റി നിർത്തുന്നവരായിരിക്കും. രണ്ടാമത്തത് ബിൽ കഫാഫ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവർക്ക് കഴിയില്ല. ഇനിയും വേണം. ദുനിയാവിനെ ധാരാളമായി വാരിക്കൂട്ടുവാൻ ഉള്ള ഒരു വെമ്പൽ അവരുടെ മനസ്സിലുണ്ടാകും. സ്വാഭാവികമായിട്ടും ഹറാമുകളിലേക്കും അവരുടെ ജീവിതം പോകാൻ സാധ്യതയുണ്ട്. വത്തകാസുലു അനിൽ ഇബാദ. ഇബാദത്തുകളെ തൊട്ടുള്ള ഒരു അലസത. നമസ്കരിക്കാൻ സമയമായാൽ പള്ളിയിലേക്ക് പോകാനുള്ളൊരു മനസ്സില്ലാതിരിക്കുക. ഖുർആൻ മുന്നിൽ കാണുമ്പോഴും നമ്മുടെ ഫോണിൽ ആപ്പിൽ ഖുർആൻ ഉണ്ടാകുമ്പോഴും ഒക്കെ അതൊന്ന് തുറക്കാനും അതിന്റെ വരികളിലൂടെ പോകുവാനും ഒക്കെയുള്ളൊരു മനസ്സില്ലാതിരിക്കുക. തൊട്ടപ്പുറത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനെയോ രോഗിയെയോ ഒക്കെ കാണുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നതും ചെയ്യാനുള്ളൊരു മനസ്സ് വരാതിരിക്കുക. ഇങ്ങനെ നന്മകൾ ചെയ്യാനുള്ള ഒരു അലസത അവനുണ്ടാവുക. ഇത് മരണചിന്ത കുറഞ്ഞ വ്യക്തികളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നാണ്. എവിടെയാണ് നമ്മളുള്ളത് എന്ന് ഒരു ആത്മപരിശോധന നടത്തി ഒന്നാമത് പറഞ്ഞ വിഭാഗത്തിൽ പെടാനുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അള്ളാഹുവേ, അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നുമൊക്കെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന പ്രവാചകന്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.